പഠിച്ചതൊക്കെ മറന്നു പോവുക. ഞാൻ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ക്വസ്റ്റ്യൻ ഇട്ടു, ഹേ സ്റ്റുഡൻസ്, നിങ്ങൾ പഠിക്കുമ്പോൾ എന്തെല്ലാം പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത് ചോദിച്ചു. അതിൽ ഒത്തിരി സ്റ്റുഡൻസ് മെസ്സേജ് ചെയ്ത് മിസ്സേ പഠിച്ചത് മറന്നു പോവാന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ കുറച്ച് സ്റ്റുഡൻസ് ടെൻഷൻ വരുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, പഠിക്കാൻ തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. സോ നമ്മൾ ഒരുപാട് നേരം ഉറക്കം കൊഴിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ എക്സാമിന് എഴുതാൻ കിട്ടുന്നില്ല, അത് മറന്നു പോവാന്നൊക്കെ പറയുന്നത് ഒത്തിരി സങ്കടമാണ് അല്ലേ. സോ എൻ്റെ ഒരു സ്റ്റഡി പീരീഡിൽ ഞാൻ യൂസ് ചെയ്ത 2 മെത്തേഡ് ഉണ്ട്. അത് എനിക്ക് വളരെ എഫക്റ്റീവായിരുന്നു. അത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്തുതരാം. ഞാൻ എന്ത് ടോപ്പിക്ക് പഠിച്ചാലും പഠിച്ചിട്ട് എന്ത് ചെയ്യും, ആ പുസ്തകം പൂട്ടും. എന്നിട്ട് എൻ്റെ മുന്നിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടെന്ന് വിചാരിച്ച് ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഞാൻ ഇമാജിൻ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പലപ്പോഴും അങ്ങനത്തെ ഒരു കുട്ടിയായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാറ്. എൻ്റെ മുന്നിലൊരു വൈറ്റ് ചുമരുണ്ടായിരുന്നു, ആ ചുമരിനെയാണ്. അതുപോലെ എക്സാമിന് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ത് ചെയ്യാം, നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും പഠിച്ചു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യാം, നിങ്ങളുടെ മുന്നിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ രണ്ടാമത്തെ ടെക്നിക്ക്, ഇത് ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ടെക്നിക്കാണ് പോമോഡോറോ ടെക്നിക്ക്. ഒന്നുമില്ല, 25 മിനിറ്റ് പഠിക്കുക. എങ്ങനെ പഠിക്കണം, നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിലെ കറക്റ്റ് പോയിന്റ്സ് കറക്റ്റ് നോക്കി നോട്ട്സ് സെറ്റ് ചെയ്ത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. എത്ര മിനിറ്റ്, 25 മിനിറ്റ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 5 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 5 മിനിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യം ചെയ്യുക, നടക്കാനോ ഇരിക്കാനോ ഫോൺ കളിക്കാനോ റീല് കാണാനോ ഒക്കെ ഉപയോഗിക്കുക. പക്ഷെ എത്ര മിനിറ്റ് ആണ്, വെറും 5 മിനിറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും സബ്ജക്റ്റിൽ ഏതെങ്കിലും ചാപ്റ്റർ പഠിച്ച് ആ ഒരു ചാപ്റ്റർ മറക്കാതെ ജീവിതകാലം മുഴുവൻ ഓർത്തെടുക്കാനുള്ള ദൈവശക്തി ഈ ലോകത്ത് ആർക്കുമില്ല. നമ്മൾ എന്ത് പഠിച്ചാലും അത് എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളമാണ് നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യുക, അത് നിൽക്കുക. ഈ ഓർമ്മശക്തി എന്നുള്ളത് ജനിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നല്ല. അത് നമുക്ക് എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് കൂട്ടാൻ കഴിയും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഓർമ്മശക്തി കൂടുക. ഒരു ദിവസം എന്ത് പഠിച്ചാലും ആ പഠിച്ച കാര്യങ്ങൾ മുഴുവനും നിങ്ങൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, ഒരു പ്രാവശ്യം റിവിഷൻ ചെയ്തിട്ട് വേണം കിടക്കാൻ. അതുപോലെ ഇന്ന് ഞാൻ 2 ചാപ്റ്റർ പഠിച്ചു. ആ 2 ചാപ്റ്ററും ഒരു 2 ദിവസം കഴിഞ്ഞ നേരം ഒന്നും കൂടെ റിവിഷൻ ചെയ്യണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ കൊടുത്താലാണ് അത് ഓർമ്മയിൽ എന്ത് ചെയ്യുക, നിൽക്കുക ചെയ്താന്നുള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് നോട്ട്സ് എഴുതി പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു ചാപ്റ്ററും പഠിക്കുമ്പോൾ അതിൽ മെയിൻ ഹെഡിങ്ങിന്റെ കീഴിൽ വരുന്ന ഒരുപാട് മെയിൻ പോയിന്റ്സ് ഉണ്ടാവും. അത് എങ്ങനെ എഴുതണം, സബ് ഹെഡിങ് എഴുതുക. എന്നിട്ട് അതിൽ വരുന്ന മെയിൻ പോയിന്റ്സ് എന്ത് ചെയ്യുക, ചെറിയ നോട്ടാക്കി ചെറിയ വേർഡ്സ് ആക്കി എന്ത് ചെയ്യാം, എഴുതുക. ഇതാകുമ്പോൾ എത്ര വലിയ ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് ചെറിയൊരു നോട്ട് കൊണ്ട് എന്ത് ചെയ്യും, ആ ചാപ്റ്റർ മൊത്തം മനസ്സിലാക്കാൻ കഴിയും. അതാണ് കീ നോട്ട്സ് എഴുതിക്കാണ്ട് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ആണ്, പബ്ലിക് എക്സാം ആണെന്ന് വിചാരിച്ച് ഒരുപാട് നേരം ഉറക്കം ഒഴിച്ച് ഒരുപാട് നേരം പഠിച്ച ശേഷം നമുക്ക് ഒന്നും ഓർമ്മ നിൽക്കാൻ പോകുന്നില്ല. നിങ്ങൾ കറക്റ്റ് ഉറങ്ങിയാൽ മാത്രമേ എന്തുള്ളൂ, ആ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് സ്കിപ്പ് ചെയ്ത് ആ ടൈമും കൂടെ പഠിക്കാന്ന് വിചാരിച്ചെങ്കിൽ പഠിക്കാനിരിക്കരുത്. നല്ല ഫുഡ് കഴിക്കണം, നല്ല വെള്ളം കുടിക്കണം. കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മറന്നു പോവാതെ